നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 127/2022 സ്റ്റേജ് 3 ഡിഗ്രി പ്രിലിം സ്റ്റേജ് 3യുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, ഇംഗ്ലീഷും മലയാളം ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച ക്ലാസ്സുകളിലൊക്കെ കൂടി അനലൈസ് ചെയ്തിട്ടൊരു മോക്ക് ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ സെക്കൻഡ് ചാനലായിട്ടുള്ള PSC+, നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഈ ഒരു ചാനലിൻ്റെ കമ്മ്യൂണിറ്റി ടാബിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലാണ് മോക്ക് ടെസ്റ്റ് നടത്തുന്നത് എന്നുള്ളത്. അപ്പം അത് അറ്റൻഡ് ചെയ്തൊരു കുറച്ച് പേരേ ഉള്ളൂ. നിങ്ങളത് അറ്റൻഡ് ചെയ്യാതെ ഇരിക്കരുത്. അറ്റൻഡ് ചെയ്താലാണ് എത്രത്തോളം നമുക്ക് പഠിച്ചു എന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ. നമ്മളെപ്പോഴും മോക്ക് ടെസ്റ്റ് ചെയ്യാതെ PYQ ആയാലും നമ്മൾ ചെയ്ത് നോക്കിയിട്ട് ഡീറ്റെയിൽ ആയി പഠിക്കുമ്പോഴാണ് കുറച്ചും കൂടി നമുക്ക് തെറ്റിയ ഭാഗങ്ങൾ ഏതാണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസം പഠിച്ച കാര്യങ്ങളുണ്ടല്ലോ, അതൊന്ന് അനലൈസ് ചെയ്ത് നോക്കണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മോക്ക് ടെസ്റ്റ് എഴുതുന്നത്. അപ്പോൾ എല്ലാവരും അതും ചെയ്ത് നോക്കണം. സെയിം MCQ മോഡൽ തന്നെ, അതിൻ്റെ കൂടെ ആൻസറും എക്സ്പ്ലനേഷനും ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും അത് എഴുതുക. ആ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, എന്നാലാണ് എത്രത്തോളം ആയി എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, ആ ഒരു ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനും അതോടൊപ്പം തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക്, ആ ചാനലിൻ്റെ ലിങ്ക്, ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് 71ാമത്തെ ചോദ്യം മുതൽ ഇംഗ്ലീഷും മലയാളവും നമുക്ക് നോക്കാം. They have spent dash for their son's wedding. Fill up the blanks choosing the right word. എന്താണ് അവിടെ വരുന്നത്? ഓപ്ഷൻസ് നോക്കിയേ. മെനി, ഇനഫ്, എനി, ദ ലിറ്റിൽ. ദ ലിറ്റിൽ, ഫ്യൂ, അതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. ഇവിടെ ഏതാണ് ആൻസർ വരുന്നത്? ദേ ഹാവ് സ്പെൻഡ് ഇനഫ് ഫോർ ദെയർ സൺസ് വെഡ്ഡിങ് ആണ്. ഇനഫ് ആണ് വരുന്നത്. എന്തുകൊണ്ടാണ് ഇനഫ് വരുന്നത്? ഇനഫ് നമുക്ക് നോക്കാം. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കി. മെനി എന്ന് പറയുന്നത് നമ്മളെപ്പോഴാണ് കൗണ്ടബിൾ നൗൺസിനാണ് മെനി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം മെനി ഡോളേഴ്സ് എന്നൊക്കെ പറയില്ലേ. ഓക്കെ, അതാണ് കൗണ്ടബിൾ നൗണിനാണ് മെനി കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി എനി എന്ന് പറയുന്നതോ അതൊരു നെഗറ്റീവ് അല്ലെങ്കിൽ നമ്മുടെ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിലൊക്കെയാണ് അത് യൂഷ്വലി യൂസ് ചെയ്യുന്നത്. എനി, ഇപ്പോൾ നമുക്ക് പറയാം ദേ ഹാവിൻ സ്പെൻഡ് എനി, അങ്ങനെ ചോദിക്കില്ലേ. അതൊക്കെ ഒരു നെഗറ്റീവ് ആയിട്ടൊക്കെ പറയുമ്പോൾ ദേ ഹാവിൻ സ്പെൻഡ് എനി, അങ്ങനെ പറയുമ്പോൾ എനി യൂസ് ചെയ്യാം. ഇനി ദ ലിറ്റിലാണെങ്കിലോ ആ സ്മോൾ ആണ്, പക്ഷേ സ്പെസിഫിക് എമൗണ്ട് യൂഷ്വലി ഒരു നൗണൊക്കെ ഫോളോ ചെയ്തിട്ടാണ് ദ ലിറ്റിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ദ ലിറ്റിൽ മണി ദേ ഹാഡ് അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ദ ലിറ്റിൽ വരുന്നത്. ഇവിടെ ഏതാണ് വരുന്നത്? ഇനഫ് ആണ് വരുന്നത്. ഇനഫ് എന്തുകൊണ്ടാണ്? ആ ഒരു ഇത്ര മണി അവർ സ്പെൻഡ് ചെയ്തു, ആ സ്പെൻഡ് ചെയ്ത മണി സഫിഷ്യൻ്റ് ആണ് എന്ന് കാണിക്കുന്നതാണ് ഇനഫ്. ഓക്കെ, അതുകൊണ്ടാണ് അത് കറക്റ്റായിട്ട് വരുന്നത്. ദേ ഹാവ് സ്പെൻഡ് ഇനഫ് ഫോർ ദിയർ സൺസ് വെഡ്ഡിങ്. ഇവിടെ ഒരു ആഡ്വർബ് ആയിട്ടാണ് ഇത് ഫങ്ഷൻ ചെയ്യുന്നത്. അടുത്തത്, ചൂസ് ദി ഓപ്പോസിറ്റ് വേർഡ് ഓഫ് സബ്വേർഷൻ. സബ്വേർഷൻ്റെ ഓപ്പോസിറ്റ് വേർഡ് ആൻ്റോണിമാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? സബ്വേർഷൻ്റെ ഓപ്ഷൻ സി, കംപ്ലൈൻസ് ആണ്. എന്തുകൊണ്ടാണ്? സബ്വേർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ എന്താണ് സബ്വേർഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സബ്വേർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിന് അട്ടിമറി, അതായത് ഇപ്പോൾ ഉള്ള ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം, അങ്ങനെയൊക്കെ നമുക്ക് ഇത് പറയാം സബ്വേർഷൻ. അല്ലെങ്കിൽ ഇപ്പോൾ ഭരണകൂടത്തെയോ അല്ലെങ്കിൽ നിയമങ്ങളെയോ ഒക്കെ അട്ടിമറിക്കാനോ തകർക്കാനുള്ള ആ ഒരു ശ്രമത്തെയാണ് സബ്വേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നേരെ ആൻ്റോണിമാണ്, ഓപ്പോസിറ്റാണ് ഇത് കംപ്ലയൻസ് എന്ന് പറയുന്നപ്പോൾ എന്തായിരിക്കും? നിയമങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുന്നു, അതിനെയാണ് നമ്മൾ കംപ്ലയൻസ്, അനുസരണം അല്ലെങ്കിൽ നിയമപാലനം, ചട്ടങ്ങൾ പാലിക്കൽ എന്നൊക്കെ നമുക്ക് ഏത് പറയാം? കംപ്ലയൻസ് പറയാം. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ സബ്വേർഷൻ്റെ ആൻ്റോണിം അല്ലെങ്കിൽ ഓപ്പോസിറ്റാണ് ഇത് കംപ്ലയൻസ് എന്ന് പറയുന്നത്. ദെൻ ക്ലാരിറ്റി എന്ന് പറയുന്നത് എന്താണ്? ക്ലാരിറ്റി, എന്തെങ്കിലും ക്ലിയർ ആയിട്ട് പറയുക, ആ ഒരു ക്ലാരിറ്റിയോടുകൂടി പറയുക. സാനിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട്നെസ് ഓഫ് മൈൻഡാണ് കേട്ടോ പറയുന്നത്. ഈ ഡീസ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സബ്വേർഷൻ്റെ തന്നെ ഒരു അർത്ഥമായിട്ട് പറയും. അടുത്ത ചോദ്യം, നാൻസി സെഡ് ഐ മേ ലീവ് ടുമാറോ റിപ്പോർട്ട് ദ സെൻറ്റൻസ്. റിപ്പോർട്ടഡ് സ്പീച്ചാണ്. എന്താണ്? നാൻസി സെഡ് ഐ മേ ലീവ് ടുമാറോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മേ എന്തായി മാറും? റിപ്പോർട്ടഡ് ആവുമ്പോൾ മൈറ്റായി മാറും. ടുമാറോ എന്നുള്ളത് എന്തായി മാറും? ദ നെക്സ്റ്റ് ഡേ ആവും. നോക്കി, നെക്സ്റ്റ് ഡേ രണ്ടെണ്ണേ ഉള്ളൂ. മേ മൈറ്റായിട്ടുള്ളത് ഒരെണ്ണേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. ഏതാണ്? നാൻസി സെഡ് ദാറ്റ് ഷീ മൈറ്റ് ലീവ് ദ നെക്സ്റ്റ് ഡേ. ഓക്കെ, ഓപ്ഷൻ ബിയിൽ ആ ടുമാറോ എന്നുള്ളത് നെക്സ്റ്റ് ഡേ ആക്കിയിട്ടില്ല. പിന്നെ ഓപ്ഷൻ സിയിൽ എന്താണ് തെറ്റുപറ്റിയത്? നെക്സ്റ്റ് ഡേ ആക്കിയിട്ടുണ്ട്, പക്ഷേ അവിടെ ആ
ക്വസ്റ്റ്യൻ്റെ മീനിങ് നോക്കിയേ. നാൻസി ആസ്ക് ഇഫ് ഷീ ഷുഡ് ലീവ് ദ നെക്സ്റ്റ് ഡേ. അവിടെ ആസ്ക് ചെയ്യുകയാണ് ചെയ്തത്. അതപ്പോൾ ക്വസ്റ്റ്യൻ ആ ഒരു ഇത് മാറിപ്പോയല്ലേ. പിന്നെ ഓപ്ഷൻ ഡിയിൽ എന്താ പറയുന്നത്, ടുമാറോ എന്നുള്ളതും വന്നു. പിന്നെ അത് മാത്രമല്ല, നാൻസി ഇൻഫോംഡ് മീ എന്നായി മാറി. അതും നാൻസിയുടെ ആ ഒരു ഇൻറ്റൻറ്റ്, ക്വസ്റ്റ്യൻ്റെ ഇൻറ്റൻറ്റ് മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ എ ആണ് വരുന്നത്. അടുത്ത ചോദ്യം, ഹി ഈസ് പൊളൈറ്റ് ടു എവരി വൺ. റീറൈറ്റ് ദ സെൻറ്റൻസ് ആസ് എ നെഗറ്റീവ് സെൻറ്റൻസ് വിത്തൗട്ട് ചേഞ്ചിങ് ദ മീനിങ്. മീനിങ് തെറ്റാതെ നെഗറ്റീവ് സെൻറ്റൻസ് ആക്കി മാറ്റുക. എങ്ങനെ മാറ്റാൻ പറ്റും? നെഗറ്റീവ് ആക്കുമ്പോൾ ഒരു നോട്ട് പ്ലസ് എന്തെങ്കിലും ഓപ്പോസിറ്റ് വേർഡ് അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നും കൂടി നോക്കി. ഹി ഈസ് പൊളൈറ്റ് ടു എവരി വൺ. ഇനി നോക്കി, ഹി ഈസ് നെവർ ഇംപൊളൈറ്റ് ടു എനി വൺ. എന്താ അവിടെ സംഭവിച്ചത്? ഇവിടെ ശ്രദ്ധിച്ച്, ഹി ഈസ് അങ്ങനെ തന്നെ എഴുതി. പൊളൈറ്റ് ടു എവരി വണ്ണിന് പകരം നമ്മൾ എന്താക്കി, നെവർ ഇംപൊളൈറ്റ്. അതായത് ഒരു നോട്ട് വരുന്നത്, ഓക്കെ, ഒരു നെഗറ്റീവ് വരുന്ന വേർഡും അതിൻ്റെ കൂടെ ഇംപൊളൈറ്റ്, അതായത് പൊളൈറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് വേർഡുമാണ് നമ്മളിവിടെ എടുത്തത്. അപ്പോൾ നെവർ ഇംപൊളൈറ്റ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ ഓപ്ഷൻ എ, ഹി ഈസ് നോട്ട് പൊളൈറ്റ് ടു എവരി വൺ. ഹി ഈസ് പൊളൈറ്റ് ടു എവരി വൺ എന്ന് പറയുമ്പോൾ നോട്ട് പൊളൈറ്റ് എന്ന് പറയുമ്പോൾ ശരിയല്ല, ഓപ്പോസിറ്റ് അല്ല അതിൽ വരുന്നത്. പിന്നെ ബി എന്ന് വെച്ചാൽ ഹി ഈസ് ഇംപൊളൈറ്റ് ടു എവരി വൺ. നെഗറ്റീവ് സെൻറ്റൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഹി ഈസ് ഇംപൊളൈറ്റ് അല്ലേ. നെഗറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ അവിടെ എന്ത് വരണം? നോട്ട് നെവർ അങ്ങനെയുള്ളത് വരണം. ഹി ഈസ് പൊളൈറ്റ് ടു എനി വൺ, അതും തെറ്റാണ്. ഓക്കെ, അടുത്തത്, ഇറ്റ് വാസ് ദ ഡാഷ് ഫൈറ്റ് ഓഫ് ദ സ്നേക്ക് വിത്ത് മംഗൂസ്. ഓക്കെ, ഇതിലേതാണ്? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചൂസിങ് ദ റൈറ്റ് വേർഡാണ് ചോദിച്ചിട്ടുള്ളത്. ബാഡ്, വേഴ്സ്റ്റ്, വേഴ്സ് വൺ. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതേപോലെ ഒരെണ്ണം പഠിച്ചല്ലേ. ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? വേഴ്സ്റ്റ് ആണ്. വേഴ്സ്റ്റ് എന്തുകൊണ്ടാണ്? ഇറ്റ് വാസ് ദ വേഴ്സ്റ്റ് ഫൈറ്റ് ഓഫ് ദ സ്നേക്ക് വിത്ത് മംഗൂസ്. എന്താണ് വേഴ്സ്റ്റ്? വേഴ്സ്റ്റ് സൂപ്പർലേറ്റീവ് അല്ലേ വേഴ്സ്റ്റിൽ വരുന്നത്? സൂപ്പർലേറ്റീവ് ഫോമാണ് വേഴ്സ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിൽ ബാഡ് എന്ന് പറയുമ്പോൾ അതെന്താണ്? വേറൊന്നും നമ്മൾ കമ്പയർ ചെയ്യാതെ ഇരിക്കുമ്പോൾ നമ്മൾ പറയുന്നതാണ് ബാഡ് അല്ലേ. അതൊരു പോസിറ്റീവ് ഡിഗ്രിയാണ്, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു അല്ലേ. ഇറ്റ് വാസ് എ ബാഡ് ഫൈറ്റ് എന്നൊക്കെ പറയും. വേഴ്സ് എന്ന് പറഞ്ഞാലോ അത് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. അവിടെ നമ്മൾ ദാൻ യൂസ് ചെയ്യാറില്ലേ. രണ്ട് സാധനം, രണ്ട് സ്പെസിഫിക് തിങ്സ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നതാണ് വേഴ്സ്. അപ്പോൾ അവിടെ നമ്മൾ അതിന് വേഴ്സ് ദാൻ യൂസ് ചെയ്യും. പിന്നെയുള്ളതാണ് നമ്മുടെ ഫൈൻ എന്ന് പറയുന്നതും പോസിറ്റീവ് ഡിഗ്രിയിൽ വരുന്നതാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് വരുന്നതാണ് ഇറ്റ് വാസ് ദ വേഴ്സ്റ്റ് ഫൈറ്റ് ഓഫ് ദ സ്നേക്ക് വിത്ത് മംഗൂസ് ആണ്. വേഴ്സ്റ്റ് ആണ് വരുന്നത് കേട്ടോ, സൂപ്പർലേറ്റീവ് ആണ് വരുന്നത്. അടുത്ത ചോദ്യം, യു ആർ ആൻ ഇന്ത്യൻ ഡാഷ്. യൂസ് ദ റൈറ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗാണ് യൂസ് ചെയ്യേണ്ടത്. യു ആർ ആൻ ഇന്ത്യൻ ഡാഷ്. എന്താ അവിടെ പറയുന്നത്? ആർ ഇൻറ്റ് യു ആണ് വരുന്നത്. ഓപ്ഷൻ എ ആർ ഇൻറ്റ് യു. എന്തുകൊണ്ടാണ്? സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവാണ്, യു ആർ അല്ലേ. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആണ്. അപ്പോൾ ആർ പ്ലസ് നോട്ട് പ്ലസ് യു, അതായത് ആർ ഇൻറ്റ് യു ആണ് വരുന്നത്. പിന്നെ ഡോണ്ട് യു വരുമോ? ഇല്ല, അത് നമ്മുടെ വെർബ്സ്, ഇപ്പോൾ പ്ലേ, വർക്ക് അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് യൂസ് ചെയ്യാം ഡോണ്ട് യു. ദെൻ ഈസിൻ്റെ എന്ന് പറയുമ്പോൾ ആ സബ്ജക്റ്റ് യു ആയിട്ട് എഗ്രി ചെയ്യുന്നില്ല. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ് ആൻഡ് കംപ്ലീറ്റ്. ഹാർഡ്ലി ഹാഡ് ഐ എൻറ്റേർഡ് ദ സ്റ്റേഷൻ ഡാഷ് ദ ട്രെയിൻ ലെഫ്റ്റ്. ഹാർഡ്ലി, അവിടെ ഒരു കോറിലേറ്റീവ് കൺജങ്ഷൻ ഉണ്ട്. എന്താണ്? ഹാർഡ്ലി വരുമ്പോൾ എപ്പോഴും ഏതാ വരിക? വെന്നാണ് വരുന്നത്. അതൊരു ഫിക്സഡ് റൂളാണ് അല്ലേ. ഹാർഡ്ലി കോറിലേറ്റീവ് കൺജങ്ഷനാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പറയാം അതെന്താണ്? വെന്നാണ് എന്നുള്ളത് പറയാം. പിന്നെ ദാൻ, അത് നോ സൂണർ ദാനൊക്കെ വരുമ്പോഴാണ് അതൊക്കെ ദാനൊക്കെ വരുന്നത്. ഓക്കെ, 78. ബ്രൂട്ടസ് സ്റ്റാബ്ഡ് സീസർ. ബിഗിൻ ദ സെൻറ്റൻസ് സ്റ്റാർട്ടിങ് വിത്ത് സീസർ. എങ്ങനെ വരും? ഒറിജിനൽ സെൻറ്റൻസ് ഇവിടെ ശ്രദ്ധിച്ച്, സ്റ്റാബ്ഡ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ് അല്ലേ. അതപ്പോൾ നമ്മൾ പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ എങ്ങനെ വരും? സീസർ വാസ് സ്റ്റാബ്ഡ് ബൈ ബ്രൂട്ടസ്. ഓപ്ഷൻ എ ആണ് വരുന്നത്. ഓപ്ഷൻ എ, സീസർ വാസ് സ്റ്റാബ്ഡ്. ഇത് ബി നോക്കിയേ, ഓപ്ഷൻ ബിയിലും അതോടൊപ്പം തന്നെ ഡിയിലും ഈസാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അത് വരില്ല. പിന്നെ സി എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സിയിൽ വെയർ ആണ്, അത് പ്ലൂരൽ അല്ലേ. സീസർ എന്ന് പറയുന്നത് സിംഗുലർ അല്ലേ. അപ്പോൾ സീസർ വാസ് സ്റ്റാബ്ഡ് ബൈ ബ്രൂട്ടസ്, അതാണ് കറക്റ്റ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ക്ലാസ്സുകൾ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. അതോടൊപ്പം തന്നെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമാകുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ഇടാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം.
ഇഫ് ദ ഗെയിം ഈസ് ഗുഡ് ഐ ഡാഷ് പ്ലേ ഇറ്റ്. ഇഫ് ദ ഗെയിം ഈസ് ഗുഡ് ഐ ഡാഷ് പ്ലേ ഇറ്റ്. കറക്റ്റ് ഓപ്ഷൻ ഏതായിരിക്കും? വില്ലാണ്. വില്ല് എന്തുകൊണ്ടാണ് വില്ല് വന്നത്? ഈഫ് ഫസ്റ്റ് കണ്ടീഷനിൽ ഈഫ്, പിന്നെ വന്നിരിക്കുന്ന എന്താ? ഇഫ് ദ ഗെയിം ഈസ് ഗുഡ്. ഇഫ് പ്ലസ് പ്രസൻറ്റ് സിമ്പിൾ ആണെങ്കിൽ അതിൻ്റെ കൂടെ എന്തായിരിക്കും? ഐ വിൽ ആയിരിക്കും വരുന്നത്. അതൊരു റിയൽ പോസിബിലിറ്റി പറയാൻ വേണ്ടി വിൽ പ്ലസ് വെർബായിരിക്കും വരുന്നത്. ഇനി വുഡ് ഹാവ്, അതോടൊപ്പം തന്നെ വുഡ് ഹാവ് ബീൻ, അതൊക്കെ തേർഡ് കണ്ടീഷണൽ പാസ്റ്റ് ആൻഡ് റിയൽ സിറ്റുവേഷനിലാണ് വരുന്നത്, തേർഡ് കണ്ടീഷണലിലാണ് വരുന്നത്. ദെൻ വിൽ ബി എന്ന് പറയുന്നതോ? വിൽ ബി അത് ഒരു നൗണോ അഡ്ജക്റ്റീവോ, ഇപ്പോൾ ഐ വിൽ ബി ഹാപ്പി അങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് വിൽ ബി വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ദ ചിൽഡ്രൻ വിൽ ലേൺ ഡാഷ് ഫ്രം ദെയർ മിസ്റ്റേക്ക്. ഡാഷ് ഫ്രം ദെയർ മിസ്റ്റേക്ക്. ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ ആണ്. ദ ചിൽഡ്രൻ വിൽ ലേൺ എന്താണ്? അപ്പാരൻ്റ്ലി ഫ്രം ദെയർ മിസ്റ്റേക്ക്. ഓക്കെ, ദ ചിൽഡ്രൻ വിൽ ലേൺ അപ്പാരൻ്റ്ലി ഫ്രം ദെയർ മിസ്റ്റേക്ക്. അപ്പാരൻ്റ്ലി എന്ന് വെച്ചാൽ എന്താണ്? കണ്ടിട്ട് എന്താ കേട്ടറിവ് വെച്ചെന്നൊക്കെ നമ്മൾ പറയില്ലേ, പ്രത്യക്ഷത്തിൽ. അതാണ് അപ്പാരൻ്റ്ലി. അങ്ങനെയാണ് അവർ മിസ്റ്റേക്കിൽ നിന്നാണ് അവർ പഠിക്കുന്നത് എന്ന രീതിയിൽ വരുന്നതാണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ള ഇൻക്രെഡിബ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയാത്ത വിധം, അങ്ങനെയൊക്കെ അവിശ്വസനീയം എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പറയില്ലേ, ആ ഒരു ഇതാണ് പറയുന്നത് ഇൻക്രെഡിബ്ലി. ദെൻ പോസിബിളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ സംഭവിച്ചേക്കാൻ സാധ്യതയുണ്ട്, പോസിബിൾ, ആ ഒരു ഇത്. സർപ്രൈസിംഗ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ഭുതകരമായി. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് വരുന്നത് അപ്പാരൻ്റ്ലി ആണ് കേട്ടോ, അപ്പാരൻ്റ്ലി. ഓക്കെ, അടുത്തത് 81 ഇതാണ് 81. ഓക്കെ, ദ എയ്റോപ്ലെയിൻ ഡാഷ് അറ്റ് ദ റൈറ്റ് ടൈം. ഫിൽ അപ്പ് ചൂസിങ് ദ റൈറ്റ് ഓപ്ഷൻ. ഏതാണ് വരുന്നത്? ടുക്ക് ഓഫ് ആണ് വരുന്നത്. ടുക്ക് ഓഫ്. എന്തുകൊണ്ടാണ് ടുക്ക് ഓഫ് വരാൻ കാരണം? ദി എയ്റോപ്ലെയിൻ ടുക്ക് ഓഫ് അറ്റ് ദ റൈറ്റ് ടൈം. ടുക്ക് ഓഫ് എന്ന് പറയുമ്പോൾ ഒരു ഫ്രേസൽ വെർബാണ് അല്ലേ. എയ്റോപ്ലെയിൻ ഗ്രൗണ്ടിൽ നിന്ന് പോകുന്നു എന്ന് പറയുന്ന ഒരു ഫ്രേസൽ വെർബാണ് ടുക്ക് ഓഫ്. ദെൻ ലൈൻഡ് അപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂ നമ്മൾ പറയില്ലേ, ക്യൂ ഫോം ചെയ്യുക, അതാണ് ലൈൻഡ് അപ്പ്. ദെൻ സ്റ്റുഡ് അപ്പ് എന്ന് വെച്ചാൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഇതിൽ. ബ്രോട്ട് ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പുതിയതായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ളതാണ് ബ്രോട്ട് ഔട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം. ദ ക്യാറ്റ് ഡാഷ് ദ മൈസ്. ദ ക്യാറ്റ് ഈറ്റ്സ്. എന്തുകൊണ്ടാണ്? ദ ക്യാറ്റ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. ഇവിടെ ഏത് ടെൻസാണ് വന്നിട്ടുള്ളത്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ സിംഗുലർ സബ്ജക്ട്സിന് ഏതാണ് വെർബ്? ഏത് വരും? എസ് ഓർ ഇ എസ് വരും. അപ്പോൾ ഈറ്റ്സ് ആണ് വരുന്നത്. ഈറ്റ് വരില്ല. എന്തുകൊണ്ടാണ്? ഈറ്റ് എന്ന് പറയുന്നത് ക്യാറ്റ്സ് ആയിരുന്നെങ്കിൽ ഈറ്റ് വന്നേനെ കേട്ടോ. ക്യാറ്റ്സ് പ്ലൂരൽ ആയിരുന്നെങ്കിൽ, സബ്ജക്റ്റ് പ്ലൂരൽ ആയിരുന്നെങ്കിൽ ക്യാറ്റ്സ് ഈറ്റ് എന്ന് വന്നേനെ. ദ ക്യാറ്റ്സ്. ഇവിടെ സിംഗുലർ ആയതുകൊണ്ട് ഈറ്റ്സ്. ദ ക്യാറ്റ് ഈറ്റ്സ് ദ മൈസ്. ഓക്കെ, ബേസിക് ആണല്ലോ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അടുത്തത്. ദെയർ വാസ് ഡാഷ് ട്രാഫിക് ഓൺ ദ വേ. ദെയർ വാസ് നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നതാണ് ഹെവി ട്രാഫിക് ഓൺ ദ വേ. ഹെവി ട്രാഫിക് ഓൺ ദ വേ എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ. ട്രാഫിക് നമ്മളെപ്പോഴും സ്റ്റാൻഡേർഡായിട്ട് പറയുമ്പോൾ പറയുന്നതാണ് ഹൈ വോളിയം ഓഫ് വെഹിക്കിൾ ഉണ്ട് എന്നാണ് അർത്ഥം. തിക്ക് എന്നൊക്കെ പറയൂല്ല, ട്രാഫിക്കായിട്ട് റിലേറ്റ് വല്ല സൂപ്പോ അങ്ങനെയൊക്കെ പറയും നമ്മൾ, തിക്ക് എന്നൊക്കെ പറയും അല്ലേ, കറിയുടെ കാര്യമൊക്കെ പറയുമ്പോൾ. ഓക്കെ, അടുത്തത്. ഫ്രെയിം എ ക്വസ്റ്റ്യൻ ടു ഗെറ്റ് ദി അണ്ടർലൈൻഡ് ആസ് ആൻസർ. ദേ ലീവ്ഡ് ഹിയർ ഫോർ ലോങ്. ദേ ലീവ്ഡ് ഹിയർ ആണ് കേട്ടോ ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. ഹിയർ. ഫ്രെയിം എ ക്വസ്റ്റ്യൻ ടു ഗെറ്റ് ദ അണ്ടർലൈൻഡ് ആൻസ് ആൻസർ. അതായത് ഹിയർ എന്നുള്ളത് നമുക്ക് എന്തായി കിട്ടണം? ആൻസറായിട്ട് കിട്ടണം. ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ് ഹിയർ ആണ്. ഓക്കെ, അപ്പോൾ അവിടെ അത് നമുക്ക് എന്തായി കിട്ടണം? ഹിയർ എന്നുള്ളത് ആൻസറായി കിട്ടണം. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിൽ ഏത് വരും കറക്റ്റായിട്ട് ആൻസർ വരുമ്പോൾ? ഓപ്ഷൻ ബി, വെയർ ഡു ദേ ലീവ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ, ഡു ദേ ലീവ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഏത് വരും? ഹിയർ വരും. എപ്പോൾ നമ്മുടെ എവിടെയാണ്, ഒരു ലൊക്കേഷനൊക്കെയാണ് ചോദിക്കുന്നത്, അപ്പോഴല്ലേ നമുക്ക് ഹിയർ എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. ഇപ്പം ഓക്കെ, നമുക്കിത് നോക്കാം. ബാക്കി നോക്കി. ഒന്നാമത്തെ ഓപ്ഷനിൽ ഹൗ ലോങ് ഡിഡ് ദേ ലീവ് ഹിയർ. ഹൗ ലോങ് അതൊരു ഡ്യൂറേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഹിയർ എന്ന് പറയാൻ പറ്റില്ല. ദെൻ വാട്ട് ഡു ദേ ലീവ്, അതൊരു ഒബ്ജക്റ്റ് എന്തിനാണ് അതും പറയില്ല. ബെൻ എന്ന് പറയുമ്പോൾ അത് ടൈമാണ്. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് ലൊക്കേഷൻ ആയതുകൊണ്ട് ഏതാണ്? വെയർ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി 85ാമത്തെ ചോദ്യം മുതൽ നോക്കാം. ഐ വാസ് നോട്ട് അൺമൈൻഡ്ഫുൾ ഓഫ് ദ ഫാക്ട്. പിക്ക് ഔട്ട് ദ ഫ്രേസ് നിയറസ്റ്റ് ഇൻ മീനിങ്. എന്താണ്? ഐ വാസ് നോട്ട്
അൺമൈൻഡ്ഫുൾ ഓഫ് ദ ഫാക്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോട്ട് അൺമൈൻഡ്ഫുൾ അതെന്താണ്? ഒരു ഡബിൾ നെഗറ്റീവ് ആണല്ലേ വന്നിട്ടുള്ളത്. അൺമൈൻഡ്ഫുൾ എന്ന് വെച്ചാൽ എന്താണ്? ഫോർഗെറ്റ്ഫുൾ ആണ്. അപ്പം നോട്ട് അൺമൈൻഡ്ഫുൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഐ റിമെമ്പേർഡ് എന്നല്ലേ, അല്ലെങ്കിൽ ഐ വാസ് അവെയർ എന്നൊക്കെയാണ്. ഇപ്പം നോക്കി, ഇതിലേതാണ് വരുന്നത്? ഓപ്ഷൻ എ, ഹാസ് നോട്ട് ഫോർഗെറ്റൻ വാസ് അവെയർ ഓഫ് ദ ഫാക്റ്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ അത് ആ ഒരു ഡബിൾ മീനിങ് വരുമ്പോൾ, ഡബിൾ നെഗറ്റീവ് വരുമ്പോൾ മാറിപ്പോവരുത്. അടുത്ത ചോദ്യം, ദ കറക്റ്റ് ഒഫീഷ്യൽസ് ഹാഡ് ഡാഷ് ബ്രൈബ്. ഏതാണ്? ദ കറക്റ്റ് ഒഫീഷ്യൽസ് ഹാഡ് അക്സെപ്റ്റഡ് ബ്രൈബ്. കറക്റ്റ് ഒഫീഷ്യൽസ് എന്ത് ചെയ്യുന്നു? ആ ബ്രൈബ് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നല്ലേ വരുന്നത്. അപ്പോൾ അക്സെപ്റ്റഡ്. അപ്പോൾ അക്സെപ്റ്റഡ് ആണ് വരുന്ന ഓപ്ഷൻ എ, അക്സെപ്റ്റഡ്. അതായത് എന്തെങ്കിലും റിസീവ് ചെയ്തു എന്നുള്ള അർത്ഥം. ഓക്കെ, ഇനി ഉള്ളത് നോക്കി, എക്സെപ്റ്റഡ് എന്ന് വെച്ചാൽ എക്സ്ക്ലൂഡ് ആയിട്ടുള്ളത്. ദെൻ എക്സെംപ്റ്റഡ് ആണ്. എക്സെംപ്റ്റഡ് എന്ന് വെച്ചാൽ ഒബ്ലിഗേഷൻ ഒന്നുമില്ല, ആ ഒരു രീതിയിലല്ലേ. ദെൻ എക്സീഡഡ്, അതായത് എക്സീഡഡ് എന്ന് വെച്ചാൽ എന്താ? ഒരു ലിമിറ്റിന് ബിയോണ്ട് ആയിട്ടുള്ളത്. അപ്പോൾ അതൊന്നും ഇതിൽ വരില്ല. അടുത്തത്, എ ഗവൺമെൻറ് റൺ ബൈ എ ഡിക്റ്റേറ്റർ ഈസ് ടേംഡ് ആസ് ഡിക്റ്റേറ്റർ. ഏതാണ്? ഓട്ടോക്രസിയാണ് വരുന്നത് അല്ലേ. ഓട്ടോക്രസി എന്ന് വെച്ചാൽ എന്താണ്? ഒരു പേഴ്സണായിരിക്കും അവിടെ അബ്സല്യൂട്ട് പവർ ഉണ്ടാവുക. ആ ഒരു സിസ്റ്റം ഓഫ് ഗവൺമെൻറ്റിനെയാണ് നമ്മൾ ഓട്ടോക്രസി, ഡിക്റ്റേറ്റർ ഓട്ടോക്രസി എന്ന് പറയുന്നത്. ഡെമോക്രസി എന്ന് പറയുമ്പോൾ റൂൾ ബൈ ദി പീപ്പിൾ അല്ലേ. ഒളിഗാർക്കി എന്ന് വെച്ചാൽ അവിടെ ഒരു എന്താണ്, ഒരു സ്മോൾ ഗ്രൂപ്പായിരിക്കും റൂൾ ചെയ്യുന്നത്. ദെൻ തിയോക്രസി എന്ന് പറഞ്ഞാൽ റിലീജിയസ് ലീഡേഴ്സൊക്കെ റൂൾ ചെയ്യുന്നതാണ് കേട്ടോ. 88ാമത്തെ ചോദ്യം, ബാഗ് ആൻഡ് ബഗേജ്, ചൂസ് ദ റൈറ്റ് ഓപ്ഷൻ ടു ഗെറ്റ് ദ മീനിങ് എക്സ്പ്രഷൻ. ബാഗ് ആൻഡ് ബഗേജ് എന്തുകൊണ്ട്? ആ ഒരു ഇഡിയം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? വിത്ത് ഓൾ വൺസ് ബിലോങ്ങിങ്. ബാഗ് ആൻഡ് ബഗേജ് വിത്ത് ഓൾ ഓഫ് വൺസ് ബിലോങ്ങിങ്സ്. അതാണിപ്പോൾ നമ്മൾ ഒരു എന്താണ്, പെർമനൻ്റ് ഒരു പ്ലേസിൽ നിന്നൊക്കെ മാറിപ്പോകും, നമ്മൾ പറയും എല്ലാ സാധനവും എടുത്തോ എന്നുള്ള ചോദിക്കുന്നത്. അതാണ് വിത്ത് ഓൾ വൺസ് ബിലോങ്ങിങ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ക്ലാസ്സിനെ പറ്റിയിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാവുന്നതാണ് കേട്ടോ, കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ഒരു സൗണ്ട് കേൾക്കുന്നത് കൊച്ചിൻ്റെയാണ് കേട്ടോ. അത് അല്ലാണ്ട് എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ അവൻ ഉറങ്ങുമ്പോഴായിരിക്കും, പക്ഷെ ഉറങ്ങാത്ത ദിവസങ്ങളിൽ അതാണ് ഇന്ന് ഇച്ചിരി വൈകിയത്. ആ ഒരു ടൈമിലൊക്കെയാണ് ക്ലാസ് ഇടാൻ പറ്റുക. എന്നാലും എന്നും ക്ലാസ് ഉണ്ടാവും കേട്ടോ. 13 ദിവസത്തിനുള്ളിൽ തന്നെ എന്തായാലും നമ്മൾ ഈ ഒരു PYQ തീർക്കും. അത് കഴിഞ്ഞ് വലിയൊരു PYQൻ്റെ തന്നെ ഒരു സെഷൻ മോക്കായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ ഹോട്ട് ടോപ്പിക്സ് കുറച്ച് പേരും കൂടി പറയും. ഇപ്പോൾ പല എക്കണോമിക്സ്, സിവിക്സ്, അതോടൊപ്പം തന്നെ മാത്സ് എടുക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മാത്സ് നമുക്കറിയാം, ഓൾറെഡി നമ്മുടെ ജെറിൻ സാറൊക്കെ ഡീറ്റെയിൽ ആയി പറയുന്നുണ്ടല്ലോ, ബോർഡൊക്കെ വെച്ചല്ലേ അവർ പഠിപ്പിക്കുന്നത്, PPT ഒക്കെ വെച്ച്. അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവാൻ സഹായിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ മാത്സ് എടുക്കാത്തത്, വേറെ ഒന്നുകൊണ്ടല്ല. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ടാണ്. ഹി ഡാഷ് ഇൻ ദ സ്റ്റേറ്റ്സ് ബട്ട് ഹി സ്റ്റിൽ ഡസൻറ്റ് ഹാവ് എ കമാൻഡ് ഓവർ ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഫിൽ അപ്പ്, ചൂസ് ദ റൈറ്റ് ഓൾട്ടർനേറ്റീവ്. എന്താണ്? ഹി ഡാഷ് ഇൻ ദ സ്റ്റേറ്റ്സ് ബട്ട് ഹി സ്റ്റിൽ ഡസൻറ്റ് ഹാവ് എ കമാൻഡ് ഓവർ ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്. എന്താ അതിനർത്ഥം? ഹി ഹാസ് ബീൻ ലിവിങ് ആണ്. എന്താണ് ഹാസ് ബീൻ ലിവിങ് വന്നത്? ഹി ഹാസ് ബീൻ ലിവിങ് ആണ് ഇവിടെ ആൻസർ വന്നിട്ടുള്ളത്. ഹി ഹാസ് ബീൻ ലിവിങ്. ഹി എന്ന് പറയുന്ന ഒരു സിംഗുലർ സബ്ജക്റ്റാണ് അല്ലേ, അത് നമുക്കറിയാം. ഹി എന്ന് പറയുന്ന ഒരു സിംഗുലർ സബ്ജക്റ്റാണ്. പിന്നെ ഇവിടെ ഒരു പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് നമുക്ക് വേണ്ടത്. എന്തുകൊണ്ടാണ്? പാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നമ്മളിവിടെ ഈ സെൻറ്റൻസിൽ പറയുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ ഒരു പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വേണം. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ വരും? ഹാസ് പ്ലസ് ബീൻ പ്ലസ് വി പ്ലസ് ING അല്ലേ, വെർബ് പ്ലസ് ING. അതുകൊണ്ടാണ് ഹാസ് ബീൻ ലിവിങ് വന്നത്. ഇനി ബാക്കി ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ ഹാവ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ സബ്ജക്റ്റിനുള്ളതാണ് ഹാവ് അല്ലേ, പ്ലൂറൽ സബ്ജക്റ്റിനുള്ളതാണ് ഹാവ്. പിന്നെ ഹാവ് ലിവ്ഡ് എന്ന് പറയുമ്പോഴും അതൊരു പ്ലൂറലാണ്, പിന്നെ ഇതായിട്ട് റിലേറ്റ് ചെയ്തതല്ല. ഓക്കെ,
ഇനി അടുത്ത ചോദ്യം 90ാമത്തെ ചോദ്യം, കംപ്ലീറ്റ് ദ ഫോളോയിങ് യൂസിങ് അപ്രോപ്രിയേറ്റ് ഫ്രേസൽ വെർബാണ് പറഞ്ഞിട്ടുള്ളത്. ഫ്രേസൽ വെർബ്, ദ ബോയ് വാസ് ഡാഷ് ബൈ ഹിസ് അങ്കിൾ. ആൻസർ ബ്രോട്ടപ്പ് ആണ്. ബ്രോട്ടപ്പ് എന്ന് വെച്ചാൽ എന്താണ്? കുഞ്ഞായപ്പോൾ കെയർ ചെയ്തു, അല്ലെങ്കിൽ അങ്ങനെ അവനെ വളർത്തിയെടുത്തത് അല്ലേ, റേസ് ചെയ്തു എന്നൊക്കെ പറയില്ലേ, അതാണ് ബ്രോട്ടപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് കറക്റ്റ് വരുന്നത്. ദെൻ പുട്ടപ്പ് എന്ന് പറയുന്നത് എന്താണ്? പുട്ടപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു പ്രൊവൈഡ് അല്ലെങ്കിൽ നമ്മൾ പുട്ടപ്പ് വിത്ത് ടോളറേറ്റ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ, അതാണ് പുട്ടപ്പ്. ദെൻ ബോട്ടപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ വാങ്ങുന്നത് അല്ലേ, ബോട്ട് ചെയ്യുക, ബൈ ബോട്ട് അല്ലേ. ദെൻ ടുക്കപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഹോബി സ്റ്റാർട്ട് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യമാണ് വരുന്നത്. മലയാളത്തിലേക്ക് പോവാം. 1ാമത്തെ ചോദ്യം, ശരിയായ പദം എടുത്തെഴുതുക. സൃഷ്ടാവാണ് സൃഷ്ടാവ്. എങ്ങനെയാണ്? ഓപ്ഷൻ സി, സൃഷ്ടാവ് അല്ലേ. സൃഷ്ടി നടത്തുന്നയാൾ. സൃഷ്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്, സൃഷ്ടി. ഓക്കെ, സൃഷ്ടി. ഇനി സൃഷ്ടി നടത്തുന്നയാൾ എന്നർത്ഥം വരുന്ന സൃഷ്ടാവ്, അവിടെ ആ സൃ എന്ന അക്ഷരം മാറിയിട്ട് ഇതാവുന്നുണ്ട്, സൃ കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ സൃഷ്ടിയിൽ സൃഷ്ടാവ്. ഓക്കെ, എന്താണ് ട എന്നുള്ളത് ഓർത്ത് വയ്ക്കുക, ഠായി പോകരുത്. ഓക്കെ, അടുത്തത്, ക്ഷമിക്കാൻ പറ്റാത്തത് എന്നതിൻ്റെ ഒറ്റപ്പദം ഏതാണ്? അക്ഷന്തവ്യമാണ്. ക്ഷമ എന്ന വാക്കിനോട് ബന്ധപ്പെട്ടതാണിത്. ക്ഷമിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ നമ്മൾ എന്ത് പറയും? അക്ഷന്തവ്യം. ഓക്കെ, അപ്പോൾ അക്ഷന്തവ്യമായ അപരാധം എന്താണത്? ക്ഷമിക്കാൻ പറ്റാത്തത് എന്നാണ് കേട്ടോ. ഇതിൽ അക്ഷമം എന്ന് വെച്ചാൽ ക്ഷമയില്ലാത്ത അവസ്ഥ. ഓക്കെ, അതാണ് അക്ഷമം. ദെൻ അക്ഷോഭ്യം എന്ന് വെച്ചാൽ പരിഭ്രമിക്കാത്തത്, അല്ലെങ്കിൽ എന്തെങ്കിലും വന്നിട്ട് ഇളകാതിരിക്കുന്നതെന്നൊക്കെ പറയില്ല, അങ്ങനെ തന്നെ ഇരിക്കുക, അതാണ്. ഇനി അസഹനീയം എന്ന് വെച്ചാൽ എന്താണ്? സഹിക്കാൻ കഴിയാത്തത്. ഓക്കെ, അടുത്ത ചോദ്യം, ഇടശ്ശേരി ഗോവിന്ദൻ നായർ രചിച്ച നാടകമേത്? ഏതാണ്? ഇടശ്ശേരിയുടെ നാടകമാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. നാടകം കൂട്ടുകൃഷിയാണ്. കേട്ടോ, കൂട്ടുകൃഷി. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ നാടകം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് കൂട്ടുകൃഷിയാണ്. അത് കാർഷിക രംഗത്തെ കൂട്ടായ്മയും പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഹൈന്ദവ മുസ്ലിം സൗഹൃദവും പ്രമേയമാക്കിയ ഒരു നാടകമാണ് കേട്ടോ കൂട്ടുകൃഷി. പിന്നെ ഇതിലുള്ള നമ്മുടെ പാട്ടബാക്കി എന്ന് പറയുന്ന നാടകമാണ്. അത് കെ ദാമോദരൻ്റെതാണ് കേട്ടോ, കെ ദാമോദരൻ്റെ. മലയാളത്തിലെ തന്നെ ആദ്യത്തെ രാഷ്ട്രീയ നാടകമായിട്ട് കണക്കാക്കുന്നത് ഈ പാട്ടബാക്കിയാണ് കേട്ടോ. അത് മലബാറിലെ ജന്മിത്ത വിരുദ്ധ പോരാട്ടങ്ങളും പിന്നെ നമ്മുടെ കർഷകരുടെ ദുരിതങ്ങളും ഒക്കെ പ്രമേയമാക്കിയിട്ടുള്ളൊരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ തന്നെ നല്ല പങ്കുവഹിച്ചവരാണ് പാട്ടബാക്കി. ഇനി കാഞ്ചന സീത എന്ന് പറയുന്നത് CN ശ്രീകണ്ഠൻ നായരുടെ രചനയാണ്. ദൈവത്താൻ എന്നുള്ളത് കാവാലം നാരായണ പണിക്കരാണ് കേട്ടോ. ആ നാടൻ കലാരൂപങ്ങളെയൊക്കെ ആസ്പദമാക്കിയുള്ളതാണ് ദൈവത്താൻ. കാഞ്ചന സീത എന്ന് പറയുന്ന രാമായണത്തെ ആസ്പദമാക്കിയുള്ളതാണ്. ഓക്കെ, അടുത്തത് മൺകലം എന്ന പദത്തിൻ്റെ ശരിയായ വിഗ്രഹാർത്ഥം ഏത്? മൺകലം ഏതാണ്? മണ്ണ് കൊണ്ടുണ്ടാക്കിയ കലമാണ്. ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഇത് തൽപുരുഷ സമാസമാണ്. മൺകലം ഒരു വസ്തുവും അത് ഉണ്ടാക്കിയിരിക്കുന്ന പദാർത്ഥവും ഓക്കെ അത് തമ്മിലുള്ള ആ ഒരു ബന്ധത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ കലം എന്നാണ് വരുന്നത്. 95 പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത്? ഏതാണ്? സ്വാമികളാണ്. ഒരാളെ ബഹുമാനിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതല്ലേ, ആ ഒരു ഇതിനെയാണ് നമ്മൾ പൂജക ബഹുവചനം. ഇപ്പോൾ സ്വാമീനെ ബഹുമാനപൂർവ്വം വിളിക്കുമ്പോൾ ഏതാണ്? സ്വാമികൾ. പിന്നെയുള്ള കവികൾ, കിളികൾ, പൂക്കൾ അതൊക്കെ എന്താണ്? ബഹുത്വത്തെ സൂചിപ്പിക്കാനുള്ളതാണ് കേട്ടോ. അതൊക്കെ ഒന്നിൽ കൂടുതൽ കാണിക്കാൻ വേണ്ടി ഉള്ളത്. ഇനി ലോപം എന്ന വാക്കിൻ്റെ അർത്ഥം എടുത്തെഴുതുക. എന്താണ്? കുറവാണല്ലേ. വ്യാകരണത്തിൽ നമുക്കറിയാം ലോപസന്ധി ഉണ്ടല്ലേ. അപ്പോൾ ലോപം എന്ന് പറയുന്ന ഒരു വർണ്ണം ഇല്ലാതാക്കുന്നതിനെ അപ്പോൾ അതിനെ പറയുന്നതാണ്. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക? കുറവ് എന്നാണ് അതിൻ്റെ അർത്ഥം, ഇല്ലാതാക്കൽ. ഓക്കെ, പിന്നെ ഓക്കെ ഇതിൽ പിശുക്കും കൊതി എന്നൊക്കെ അർത്ഥം വരുന്ന ലോഭത്തിന് ഈ ഭായാണ് കേട്ടോ. ലോഭം അങ്ങനെ വരാറുണ്ട്. ലോഭം. അപ്പോൾ ലോഭമാണെങ്കിലാണ് ആ കുറവ്, അതൊന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ഈ കുറവല്ല, കൊതി, അതോടൊക്കെ എന്താണ് പിശുക്ക് എന്നുള്ളതൊക്കെ വരുന്നത്. ലോഭം. ഇത് ലോഭം നമുക്കറിയാലോ, ആ വർണ്ണത്തിൻ്റെ ഓർത്താൽ മതി, സന്ധി ഓർത്താൽ മതി.
അടുത്തത് നേതാവ് എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം ഏതാണ്? നേത്രി. നേതാവ് നേത്രിയാണല്ലേ. ഇതൊക്കെ എപ്പോഴും വരാറുള്ളതാണ് കേട്ടോ. താവ്, ഈ മലയാളത്തിൽ സംസ്കൃതത്തിൽ നിന്ന് സ്വീകരിച്ച കുറച്ച് പദങ്ങൾ, അതിലാണ് ഈ താവ് അവസാനിക്കുന്ന പുല്ലിംഗ പദങ്ങളെ സ്ത്രീലിംഗമാക്കാൻ നമ്മൾ ത്രീ ചേർക്കുന്നത്. ഓക്കെ, ഇപ്പം നേതാവ് നേത്രി, പിന്നെ നമുക്ക് ദാതാവ് ധാത്രി, കർത്താവ് കർത്തൃ, അഭിനേതാവ് അഭിനേത്രി. ഓക്കെ, അത് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. നേദിനി, നേദിനി എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ യോഗി ഉണ്ടല്ലോ, യോഗി യോഗിനി, നേതാവിന് ചേരില്ല. നീ, അതായത് ഇനി എന്ന ചേർത്ത് സ്ത്രീലിംഗം ഉണ്ടാക്കാറുണ്ട്. അത് വരുന്ന എക്സാമ്പിളാണ് യോഗി യോഗിനി. പിന്നെ നേദിക എന്ന് പറയുന്നത് ഇഗ, ഇഗ ചേർക്കുമ്പോൾ ചില സംസ്കൃത പദങ്ങളിൽ ഇപ്പോൾ ബാലൻ ബാലിക, ഓക്കെ, അങ്ങനെയുള്ളതാണ് കേട്ടോ. ഇനി ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നേതാവിൻ്റെ നേത്രിയാണ് കേട്ടോ, നേതാവ് നേത്രി. പിന്നെ ഗുണവാൻ, വാൻ വരുമ്പോൾ വതി ഗുണപതി, ശ്രീമാൻ, മാൻ വരുമ്പോൾ മതി ശ്രീമതി, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്തത് ഏതാണ്? അധ്വാനത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന പഴഞ്ചൊല്ല് ഏതാണ്? അണ്ണാൻ കുഞ്ഞും തന്നാലായത്, അല്ലേ? ഓരോരുത്തർക്കും അവരുടെ കഴിവിനനുസരിച്ച് തങ്ങളാൽ കഴിയുന്ന വിധത്തിൽ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സഹായിക്കുന്നതാണ് ആ പഴഞ്ചൊല്ലിൻ്റെ അർത്ഥമാക്കുന്നത്. ഒരുമ തന്നെ പെരുമാന്ന് വെച്ചാൽ എന്താണ്? ഐക്യത്തെ, മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറഞ്ഞത് പുറംമോടിയുമാണ് കാണിക്കുന്നത്. 99ാമത്തെ ചോദ്യം, വാക്ക് എന്ന പദത്തിൻ്റെ പര്യായ പദം എടുത്തെഴുതുക. വാക്ക് ഏതാണ്? വാണി. ഇപ്പോൾ വാക്ക് എന്ന പദത്തിൻ്റെ പര്യായ പദം വാണി. നമ്മൾ സരസ്വതി ദേവിയെ വാണി എന്നൊക്കെ വിളിക്കുന്നത് ആ ഒരു ഇതിൻ്റെ ഇതിലാണ് കേട്ടോ. പിന്നെ വീണ, കച്ചം, വാഗ്മി. വാഗ്മി എന്ന് പറയുന്നത് എന്താ? നന്നായി സംസാരിക്കാൻ കഴിയുന്നയാളെയാട്ടോ. കച്ചം എന്ന് വെച്ചാൽ കര അല്ലെങ്കിൽ വസ്ത്രത്തിൻ്റെ അറ്റമൊക്കെ ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ കച്ചം എന്ന് പറയുന്നത്. കച്ചമാണ് കച്ചം. ഓക്കെ, 100ാമത്തത്, ശരിയായി പിരിച്ചെഴുതുക. ശരിയായി പിരിച്ചെഴുതിയത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ബി ആണ്, തിരുആതിര. തിരു പ്ലസ് ആതിരയാണ് തിരുവാതിരയായി മാറുന്നത്. ആഗമസന്ധി വന്നിട്ട് അല്ലേ ആ വായായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിയായി പിരിച്ചെഴുതാൻ പറ്റുന്നത് തിരുവാതിര, തിരു അധികം ആതിരയാണ്. പിന്നെ വാഴപ്പഴം, വാഴ പ്ലസ് പഴം അല്ലേ, ഒരു പ എന്ന് ഉള്ളത് പിരിച്ചെഴുതുമ്പോൾ വരില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ തണുപ്പുണ്ട്, തണുപ്പ് പ്ലസ് ഉണ്ട്, അതാണ് ശരിയായി വരുന്നത്. മഴക്കാലമാണെങ്കിൽ മഴ പ്ലസ് കാലം, വെറും കാലമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വൈദ്യുതിയിലെ ഇംഗ്ലീഷും മലയാളവും കൂടി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഹോട്ട് ടോപ്പിക്സ് ഏതാ വേണ്ടതെന്നുള്ള എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ മോക്ക് ടെസ്റ്റും എല്ലാവരും എഴുതുക. നമ്മുടെ ആ ചാനലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഹോട്ട് ടോപ്പിക്സ് അതിലായിരിക്കും തരുന്നത്. അപ്പം 2 ചാനലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഓരോ എക്സാം, ഇപ്പോൾ നമ്മുടെ മെയിനിൽ 2 സെക്ഷനും 2 സ്റ്റേജും ജൂണിൽ അടുത്തൊരു സ്റ്റേജുമാണുള്ളത്. അപ്പോൾ ആ രീതിയിൽ നന്നായി പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിനി ഒരൊറ്റ മാസമേ ഉള്ളൂ. ആ മാസത്തിൽ തന്നെ നമുക്ക് എങ്ങനെയെങ്കിലും പ്രിലിംസ് ക്ലിയർ ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. താങ്ക്